വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന 2 അടിപൊളി ഡ്രിങ്ക്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. മാംഗോ സോഡയും ഗ്രേപ്പ് സോഡയും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം 2 ജ്യൂസ് ഗ്ലാസ് എടുക്കാം. എന്നിട്ട് ഒരെണ്ണത്തിലേക്ക് നമുക്ക് മാംഗോ ജ്യൂസ് ചേർക്കാം. ഇത് വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച മാംഗോ ജ്യൂസാണ്. മധുരം ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റേ ഗ്ലാസ്സിൽ ഗ്രേപ്പ് ജ്യൂസും ചേർക്കാം. ഇതും വീട്ടിലുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഗ്രേപ്പ് ജ്യൂസാണ്. രണ്ടും 1/4 ഗ്ലാസ് വരെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർക്കാം. ഇതും ഷുഗർ സിറപ്പ് വീട്ടിലുണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ വരെ 2 ജ്യൂസിലും ഷുഗർ സിറപ്പ് ചേർക്കാം. ഇനി നമുക്കിതിൽ രണ്ടിലും 2 ടീസ്പൂൺ വീതം ലെമൺ ജ്യൂസും കൂടി ചേർക്കാം. ഒരു ഗ്ലാസ്സിൽ 2 ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ജ്യൂസും ഷുഗർ സിറപ്പും ലെമൺ ജ്യൂസും ഒക്കെ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി 2 ഗ്ലാസ്സിലും 4-5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് ആവശ്യം അത്രയും ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോഡ ചേർക്കാം. ക്ലബ് സോഡ 2 ഗ്ലാസ്സിലും ഏകദേശം നിറയുന്നത് വരെ സോഡ ഒഴിച്ചു കൊടുക്കാം. സോഡ ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളത് കുടിക്കുന്ന സമയത്ത് സോഡയും ജ്യൂസും കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റായിട്ട് കുടിക്കാൻ പറ്റും. മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സോഡയും ഗ്രേപ്പ് സോഡയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഫ്രഷ് ജ്യൂസും ഷുഗർ സിറപ്പും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ സോഡയും വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ല ചൂടൊക്കെയുള്ള സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കുടിക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടമാവും. താങ്ക്